2 ദിവസമായിട്ട് അൽറിൻകുട്ടൻ പറയുന്നത് നമുക്ക് വല്യമ്മേൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം വണ്ടി കയറി കേട്ടോ. അപ്പോൾ അച്ഛൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അച്ഛനെ പോകാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഉലുവക്കഞ്ഞി കുടിക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡയറ്റൊക്കെ ഇന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഉലുവക്കഞ്ഞി കുടിക്കാൻ പോകുകയെന്ന്. പിന്നെ ടെറസിൻ്റെ മുകളിൽ കുറേ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞു നിങ്ങൾ 3 ആളും അവിടെ ഇരുന്നോ, മഴയൊക്കെ വരുമ്പോൾ അതൊക്കെ എടുത്ത് ഉള്ളിൽ വെക്കണം, ഓടിപ്പോയി എടുത്ത് വെക്കാനൊന്നും പറ്റിയില്ല എന്ന്. ചെറിയ മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചേച്ചി ടെറസിൻ്റെ മേലെ കറിവേപ്പില നട്ടാട്ടോ, അടിപൊളിയായി വളർന്നിട്ടുണ്ടേ. പിന്നെ ഞങ്ങൾ രാവിലെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഇട്ട് അതൊക്കെ വിരിച്ചിട്ടിട്ടോ. ഇന്ന് ഇച്ചിരി നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മന്തി വെക്കാമെന്നൊക്കെ ഉച്ചയ്ക്ക് പറഞ്ഞായിരുന്നേ. പക്ഷേ ഞങ്ങൾ ഇന്നലത്തെ ബിരിയാണി റൈസ് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് ഇന്നും കുറച്ച് റൈസൊക്കെ കൂട്ടി ചേർത്ത് ഉച്ചക്കേക്ക് അങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കി കേട്ടോ. ബിരിയാണി ചിക്കനൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മുട്ട ഓംലെറ്റൊക്കെ ആക്കി. അപ്പോൾ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് റൈസ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അൽറിൻകുട്ടന് വാരി കൊടുക്കുന്നതിൽ നിന്നുള്ളൊരു പങ്ക് ഞാൻ കഴിച്ചതാണ്. കഴിച്ച് പകുതിയായപ്പോഴത്തേക്കാണ് ചേച്ചി പറഞ്ഞത് സാലഡ് ഇല്ലാണ്ട് എന്ത് ബിരിയാണിന്ന്. നേരെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ തറച്ച് മുറിച്ചിട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അലീന പറഞ്ഞു എനിക്ക് കല്ലേരി പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ കല്ലേരി പോയി. ഈ പോക്കൊരു ചായ കുടിക്കാനുള്ള പോക്കാണ് കേട്ടോ. അൽറിൻകുട്ടനൊരു ചെരുപ്പും വാങ്ങണം. പിന്നെ അവനെ കണ്ടാൽ കുറേ സാധനങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ സങ്കീർത്ത് ഹോട്ടലിലൊക്കെ കയറി ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. രാത്രി 7 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ